അങ്ങ് ഇത്തരമൊരു പദ്ധതിക്ക് എങ്ങനെയാണ് കുടപിടിച്ചത്? അതായത് പകുതി കാശ് ഈ പാവം പിടിച്ച സ്ത്രീകൾ നൽകട്ടെ, ബാക്കി പകുതി CSRൽ നിന്ന് സംഘടിപ്പിക്കാം എന്ന് പറയുന്ന ഊഹക്കച്ചവടത്തിന് തുല്യമായ ഒരു തട്ടിപ്പ് പരിപാടിക്ക് എന്തിനാണ് നിന്നുകൊടുത്തത്? മാത്രമല്ല, അങ്ങയുടെ ഇടപെടലുകൾ അഭിഭാഷക എന്ന നിലയിൽ മാത്രമുള്ളതല്ല എന്ന് ഈ പറയുന്ന മഹാനായ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന ലീഗൽ അഡ്വൈസർ എന്ന കപ്പാസിറ്റിയിൽ മാത്രമാണ് അങ്ങ് നിൽക്കുന്നത് എങ്കിൽ നിശ്ചയമായി അങ്ങ് 7ാം പ്രതി ആകുകയുമില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആനന്ദകുമാർ അവിടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞത് ആനന്ദകുമാർ തന്നെ റിവൈസ് ചെയ്ത് കേൾക്കട്ടെ. ഞാൻ എപ്പോഴാണ് അങ്ങേരുടെ അടുത്ത് എന്തെങ്കിലും ബിസിനസ്സിന് ചെന്നത് എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ. ചെന്നിട്ടുണ്ടാകും വേറെ സ്ത്രീകളാരെങ്കിലും. അത് പ്രമീള ദേവിയാണോ മറ്റേതെങ്കിലും സ്ത്രീകളാണോ എനിക്കറിയില്ല. ഞാനല്ല. പ്രമീള ദേവിയും അദ്ദേഹവും തമ്മിൽ ചേർന്ന് ചില ബിസിനസ്സുകൾ ചെയ്യാൻ ആരംഭിച്ചിരുന്നു എന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. വെറും കേൾവി മാത്രമാണ്, ഹിയർസേ. എനിക്ക് സത്യം അറിയില്ല. ഞാൻ പ്രമീള ദേവി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ആനന്ദകുമാറോ ആനന്ദു കൃഷ്ണനോ അവരൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ലീഗൽ സൈഡ് നിന്നുകൊണ്ട് എന്നോട് തയ്യാറാക്കി കൊടുക്കാൻ കക്ഷികൾ ആവശ്യപ്പെടുന്ന കരാറിൻ്റെ നിയമവശങ്ങൾ നോക്കിക്കൊണ്ട് കരാർ എഴുതി കൊടുത്തു എന്നത് ശരിയാണ്. എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ രീതിയിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ഹൃദയത്തിൽ നോവുന്നുണ്ട്. അല്ല, അതുകൊണ്ട് കാര്യമില്ല. 45,000 സ്ത്രീ ഹൃദയങ്ങൾ നോവുന്നുണ്ട്. അതുമായി വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ഒറ്റ നോവ് വേണ്ട. അല്ലല്ല, ശ്രീമതി ലാലി വിൻസെന്റ്, എന്റെ ചോദ്യം അവിടെ ബാക്കി കിടക്കുകയാണ്. പകുതി പൈസ നിങ്ങൾ തരൂ, പകുതി പൈസ വേറെ വഴിക്ക് വരും. ഇത്തരമൊരു പരിപാടിക്ക് എന്തിനു കൂട്ടുനിന്നു? ഞാനിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ്. എന്നോട് ആവശ്യമില്ലാതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. അവരുടെ സ്കീമുകളിൽ അവരുണ്ടാക്കിയ കാര്യങ്ങളിൽ നിയമപ്രകാരമുള്ള ഉപദേശമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്.